മുൻപിലേക്ക്. എല്ലാവരും കുറച്ചുകൂടെ മുൻപിലേക്ക് കടന്നു വരിക. പുറകിലധികം സ്ഥലം വിടണ്ട. മുൻപിൽ പ്ലീസ്. എല്ലാവരും എഴുന്നേൽക്കുക. മുൻപിലോട്ട് ധാരാളം സീറ്റുകൾ ഭാഗത്ത്, ബോയ്സിന്റെ ഭാഗത്ത്, ഗേൾസിന്റെ ഭാഗത്ത്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ്. All stand. Okay, come on. Thank you. മുമ്പിലുണ്ടല്ലോ. ഇനി അവിടെ നിൽക്കുന്നവര് കൂട്ടുകാര് മുമ്പോട്ട്. പ്ലീസ്. കടന്നു ബോയ്സ് മുൻപിലേക്ക് കടന്നിരിക്കണം. മുമ്പിലുള്ള സീറ്റുകൾ ബാക്കിയുണ്ട്. ഗേൾസിന്റെ ഭാഗത്ത് ഇപ്പോൾ വരുന്നവർ മുൻഭാഗത്തേക്ക് കടന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ, ടിൻസ് ക്യാമ്പിൻ്റെ ഉദ്ഘാടന മീറ്റിംഗ് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പത്തനംതിട്ടയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന OT ചെറിയാച്ചൻ, സൗത്ത് ഡിവിഷൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ OT ചെറിയാച്ചൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അത്യന്തം മനോഹരമായ സന്ധ്യയുടെ യാമത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറെ നാളുകളായി ഇടയങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ ഇന്നിവിടെ വെച്ച് ഈ ടീൻസ് ക്യാമ്പ് ആരംഭിക്കുവാൻ തക്കവണ്ണം തിരുമേനി അവിടുന്ന് എല്ലാ സാഹചര്യങ്ങളെയും ഇവിടുന്ന് ഒരുക്കി തന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് പ്രിയ കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്തു. അവരുടെ യാത്രയിലൊക്കെയും കർത്താവ് കൂടെ ഇരുന്നു സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ദൂരത്തു നിന്നും ചാരത്തു നിന്നും ലീഡേഴ്സായിട്ട് കർത്താവെ കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവരെയും എല്ലാവിധ ക്ഷേമത്തോടും കൂടെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളും ലീഡേഴ്സും ഇവിടെ കഴിക്കുന്നതായ ചില ദിവസങ്ങളെ കർത്താവെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടെ ഞങ്ങളെ സഹായിച്ചു. അടിയങ്ങൾക്ക് ഈ രീതിയിൽ കർത്താവെ ക്യാമ്പ് നടത്തുവാൻ തക്കോണം ഒരു ക്യാമ്പ് സെൻറ്റർ അവിടെ നിന്ന് നൽകി തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അതിൻ്റെ പിൻപിലെ പ്രാർത്ഥിച്ച സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും വിസ്തരണത്തിൽ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരുനാമം അടിയങ്ങൾക്കൂടെ മഹത്വപ്പെടുവാൻ തക്കോണം മുഖാന്തരങ്ങളെ അവിടെ നിന്ന് ഒരുക്കുന്നവർ ഞങ്ങൾ പുനഃനാമത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവക്കന്മാർക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വളരെ ഭക്ഷണത്തിൽ നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. എന്നാലും ഇതുപോലെയുള്ള ക്യാമ്പുകളുടെ അവരുടെ അനുഗ്രഹീയമായ ആത്മീയ ജീവിതത്തിന് മുതൽക്കെട്ടായി തീരുവാൻ തക്കൊണ്ട് തിരുമേനി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സ്തോത്രം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായ കർത്താവെ, ഈ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട് തിരുമേനി സഹായിക്കണം. കടന്നു വരുവാനുള്ള കുഞ്ഞുങ്ങളെയും തക്ക സമയത്ത് കൂട്ടിവരുത്തണം. എല്ലാ നിലയിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ
ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, അടിയങ്ങളെ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമേൻ. So we are back again to the teens camp. Boys, girls, clap kodukunu. Girls, boys, clap kodukunu. And we are going to sing. Come on, clap together. Wonderful. So we are going to have our singing session, song number 3 in your songbook. Congregational singing, song number 3. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ചേർന്ന് പാടാം. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ക്ലാപ്പ് ചെയ്ത് പാടാം. കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൻ കാതുകളിൻ വചനം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ. മാനിതനാം തൻ നാമ മഹിമകൾ വർണ്ണിക്കുവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തലമുറയായവൻ നമുക്ക് നല്ലൊരു സംഗീതമാണ്. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. ചേർന്ന് പാടാം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. മനം തകർന്നോർ കരുളുമവൻ കൃപയുടെ പരിചരണം.
ധനം സുഖം സന്തോഷമെല്ലാം നമുക്കു തൻ തിരുചരണം. എവരിവൺ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ഗുഡ് സിംഗിങ്. മനോഹരമായ ഒരു പാട്ടിലൂടെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും നമ്മുടെ സുവിശേഷൻ ബാലസംഘത്തിൻ്റെ കഴിഞ്ഞ ചില ക്യാമ്പുകളുടെ ചില ക്ലിപ്പിങ്സാണ് നാം ഇനി കാണുവാനായിട്ട് പോകുന്നത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
മനസ്സിലാക്കുന്നത് യോബിന്റെ പുസ്തകത്തില് സ്ഥിതി വളരെ ദൈവത്തിന് ഉദ്ദേശമുണ്ടോ? ഇന്ന് നമ്മൾ ഓർത്ത മൂന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാറുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവം എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശുദാ
എന്റെ സംഗീതം സ്തോത്രമുയരും ആത്മീക മോദം വന്നാൽ ഖേദമകലും ആശ്വാസം എന്നിൽ വന്നാൽ എന്നുമെന്നും നവഗാനം പാടിടും ഞാൻ എന്റെ സംഗീതം യേശുദാൻ എന്റെ സംഗീതം യേശുദാൻ എന്റെ സംഗീതം യേശുദാൻ എന്റെ സംഗീതം യേശുദാൻ എന്റെ ജീവിതത്തിൻ താളവും എൻ വാഴ്വതിന്റെ ഈണവും എല്ലാം എല്ലാം യേശുദാൻ ഉയർത്തുന്ന യേശുവേ ഉന്നത ദേവനേ ഉയർത്തുന്ന യേശുവേ. താങ്ക് യു. ഈ ക്യാമ്പിൽ ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. ഇനിയും നാം വരുമ്പോൾ ഇത് കാണുവാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി പങ്കെടുക്കണം. ഈ പേര് പറയുന്ന പ്രിയപ്പെട്ടവർ കൃപയാൽ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരായ ടി.എ. ജോൺ, എബ്രഹാം തോമസ് പുല്ലാൻ, ജോയ് മാത്യു, സ്റ്റീവൻസൺ വർഗീസ്, ചാണ്ടപ്പുള്ള ഫിലിപ്പ്, ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ്, ജോൺ ജോർജ്, സണ്ണി ടി ഫിലിപ്പ്, ഒ ടി ചെറിയാൻ, വർക്കി ജോർജ്, എബ്രഹാം തോമസ് പുല്ലാഡ് ആൻഡ് പി സാംകുട്ടി. ഒരിക്കൽ കൂടി പേരുകൾ വിളിക്കുന്നു. സഹോദരന്മാരായ ടി.എ. ജോൺ, എബ്രഹാം തോമസ്, ജോയ് മാത്യു, സ്റ്റീഫൻസൺ വർഗീസ്, ചാണ്ടപ്പുള്ള ഫിലിപ്പ്, ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ്, ജോൺ ജോർജ്, സണ്ണി ടി ഫിലിപ്പ്, ഒ ടി ചെറിയാൻ, വർക്കി ജോർജ്, എബ്രഹാം തോമസ് പുല്ലാഡ് ആൻഡ് പി സാംകുട്ടി. രണ്ടായിരത്തി 2013 ടീൻസ് ക്യാമ്പ് ഇവിടെ സമാരംഭിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സഹോദരൻ ജോയ് മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ടി.എ. ജോൺ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ കൂടുതൽ എനിക്കതായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ ഓമനപുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഈ നിലയിൽ കർത്താവെ 2013 ടീൻസ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ തക്കോണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രകാരം കർത്താവെ ഈ സമയം അതിനായിട്ട് അനുവദിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയൊക്കെയും തത്സമയത്തെ കൂടി വരുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഈ വർഷവും തന്നെ കർത്താവെ യാതൊരു വിധമായ അനർത്ഥങ്ങളും കൂടാതെ കൊണ്ട് അതേ സമയത്തെ ആരംഭിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകി തന്നു. രജിസ്ട്രേഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, നടത്തുവാനും ഇടയാക്കി അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോകാതെ
നല്ല മാർഗത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം കർത്താവിൻ്റെ തിരുവചനം പഠിച്ച് കർത്താവ് അവരുടെ ഭാവിയൊക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കോണം വരുന്ന തലമുറ കർത്താവ് ദൈവമുള്ള കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ തക്കോണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് എല്ലാവരെയും അതിനായിട്ട് കർത്താവ് അതിനായിട്ട് ചുവൽ കൊടുക്കുന്ന ടീച്ചേഴ്സിനെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും പൂർവാധികം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ വിനയമായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. വെൽക്കം സ്പീച്ചിനായിട്ട് SBS പ്രസിഡന്റ് ശ്രീ എബ്രഹാം തോമസിനെ ക്ഷണിക്കും. बोलो प्रभु यीशु मसीह की। आप हिंदुस्तानी है? ഹിന്ദി അറിയാമോ? നമ്മൾ ഇന്ത്യക്കാരല്ലേ? നമ്മൾ ഇന്ത്യക്കാർക്ക് സാധാരണ പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവസ്തുതിയുടെ വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ പറയാം. അപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ ചേർന്ന് ജയ് വിളിക്കണം. പറയാമല്ലോ? ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിനടുത്താണ്. കലൂർ സ്റ്റേഡിയം എന്തിനാണ് ഫേമസ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു ബാറ്റിങ്ങിൽ ഒരു 6ഓ ഒരു 4ഓ അടിച്ചാൽ ആ സ്റ്റേഡിയം ഇളകും. ഞങ്ങളുടെ വീടിൻ്റെ ജനലൊക്കെ കുലുങ്ങുന്നത് കേൾക്കാനിടയും. അത്ര ഉച്ചത്തിലാണ്. എന്തായാലും നമ്മുടെ ഈ ക്യാമ്പ് സെൻറ്ററിന് പുതിയ റൂഫൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചലിക്കണം നിങ്ങളുടെ ജയ് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം കൂടെ പറയാൻ പോവാണ്. എല്ലാവരും ശ്വാസമൊക്കെ ഒന്ന് യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ ഒരു എനർജി ഉണ്ടാകട്ടെ. ബോലോ പ്രഭു യേശു മസീഹ് കീ. That sounds good, right? Okay, അപ്പോൾ എനിക്കൊരു ആഗ്രഹം, നമ്മുടെ ഗേൾസ് മാത്രം ഇത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. കാരണം എപ്പോഴും പ്രതിപക്ഷ ബഹുമാനമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇന്ന് വനിതകൾക്ക് എല്ലാ സ്ഥാനത്തും നല്ല സ്വാഗതവും അവർക്ക് പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഗേൾസ് മാത്രം നല്ല ഉച്ചത്തിൽ പറയണം. ബോലോ പ്രഭു യേശു മസീഹ് കീ. Is that okay, boys? ബോയ്സ് മാത്രം ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്കതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ ഒന്ന്. ബോലോ പ്രഭു യേശു മസീഹ് കീ. കണ്ടോ? നിങ്ങളെപ്പോഴും പറയത്തില്ലേ ഞങ്ങൾ ബോയ്സൊക്കെ ഒന്നും കുഴപ്പമാണ് എന്നൊക്കെ പറയത്തില്ലേ? എന്നാൽ കഴിവുള്ള ആളുകളാണ്. എനിവേ, ഈ ക്യാമ്പിലേക്ക് 2013 ക്യാമ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയം ഒരുപാട് നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഒരുപാട് വർഷങ്ങളിലേക്ക് തിരിഞ്ഞുപോയി. ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് ബാലസംഘത്തിൽ എൻ്റെ ജീവിതം ആരംഭിച്ചത്, അതിൽ കൂടി വളർന്നു വന്നത്, ഇന്ന് മനോഹരമായ ഈ ക്യാമ്പ് സെൻറ്ററിൽ നമ്മുടെ ടീൻസ് ക്യാമ്പിൻ്റെ 8ാമത് ക്യാമ്പാണ് ആരംഭിക്കുന്നത്. ഇതെല്ലാം കൂടി കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ദൈവത്തെ സ്തുതിക്കുവാനും ഇടയായി തീർന്നു. ചില സന്ദർഭങ്ങളിലെങ്കിലും ഇനി ഈ പ്രവർത്തനത്തിലൊന്നും പോകണ്ട, ആളുകൾ എന്ത് പറയും, വിമർശിക്കുന്നു, ഇതൊക്കെ നിർത്തിയിട്ട് വീട്ടിലിരുന്നാൽ പോരെ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയത് മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ദീർഘദൂരം യാത്ര ചെയ്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഇറങ്ങിയിട്ട് ബാഗുകളുമായിട്ട് ഇങ്ങോട്ട് വരുന്ന കാഴ്ച ഞാൻ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ആ ചിന്താഗതിക്കെല്ലാം മാറ്റം വരുത്തി. വാസ്തവത്തിൽ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കേരളത്തിലെ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിരിക്കുന്ന യുവതീ യുവാക്കന്മാരെയാണ് ഇന്ന് വൈകുന്നേരത്ത് എനിക്ക് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് വന്നപ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷത്താൽ നിറയുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനൊരു ക്യാമ്പ് നടത്തുമ്പോൾ, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ നടത്തി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ അധ്വാനത്തെക്കുറിച്ച് പലപ്പോഴും ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായി എന്ന് വരികയില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൻ്റെ ക്ലിപ്പിങ്സ് ഇവിടെ കണ്ടു.
എന്തുമാത്രം അധ്വാനമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലൊരു ഓഡിറ്റോറിയം പൂർത്തിയായിട്ടില്ലായിരുന്നു. പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ കൂടിയാണ് ക്യാമ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടേതെന്ന അഭിമാനത്തോടുകൂടി പറയത്തക്കവണ്ണമുള്ള ഒരു ക്യാമ്പ് സെൻറ്ററിൽ 2013 ടീൻസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനിടയാകുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയാകുന്ന കാര്യമാണ്. ഈ ടീൻസ് ക്യാമ്പിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ബാച്ചുണ്ട്, നമ്മുടെ ടീൻസ് 1 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ കുട്ടികൾ. അതുപോലെ ഈ വർഷം നമ്മുടെ ടീൻസ് ക്യാമ്പിനോട് വിട പറയുന്ന 12ാം ക്ലാസ്സിലെ ടീൻസ് 4ഉം ഉണ്ട്. നിങ്ങളെല്ലാവരെയും കാണുവാനും നിങ്ങളോടുകൂടെ ഒരാഴ്ച സമയം ചെലവഴിച്ച് ദൈവവചനത്തിലെ സത്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും ആശയവിനിമയം ചെയ്യുവാനും ദൈവത്തിൻ്റെ ദാസന്മാരും നമ്മുടെ ഫാക്കൽറ്റിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? നമുക്ക് ലെറ്റ് us സ്റ്റാർട്ട്, ലെറ്റ് us ഗോ. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാം. SBS-നെ കുറിച്ച് അറിയാത്ത ആരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1953 തമിഴ്നാട്ടിലെ മധുരയിൽ ബഹുമാനപ്പെട്ട എം ഇ ചെറിയാൻ സാർ, ബാലസംഘത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നു ചെറിയാൻ സാർ, തൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണമെന്ന്. അങ്ങനെ 1953 ആരംഭിച്ച സുവിശേഷൻ ബാലസംഘം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ 60ാം പിറന്നാളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ വർഷം ബാലസംഘത്തിൻ്റെ 60th ആനിവേഴ്സറി ഇയറാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഇനി നമ്മുടെ മുമ്പിൽ നമുക്ക് ഉണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും അന്യോന്യം പരിചയപ്പെടുവാനും ഒക്കെയുള്ള സന്ദർഭമാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 മാസത്തിലധികം നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിലൊക്കെ ആയിട്ട് വളരെ തിരക്കിട്ട ജീവിതമായിരുന്നു. ഒരുപക്ഷെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു അനുഭവമല്ല, അവിടെ എന്നും അടിച്ചു പൊളിക്കാനുള്ള അനുഭവമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുവാനും നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനുള്ള ഒരു സാവകാശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്കൂളിൽ നിന്നും കലാശാലകളിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ക്യാമ്പിൽ വന്നപ്പോൾ അതെല്ലാം തൽക്കാലത്തേക്ക് പുറത്ത് വയ്ക്കുകയാണ്. നമ്മൾ പൂർണ്ണമായ 100% ആത്മീയമായ അന്തരീക്ഷത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ എൻവയൺമെൻറ്റ്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലായിരിക്കാം ഇവിടുത്തെ ക്യാമ്പ്. അതുകൊണ്ട് ഇവിടെ പൂർണ്ണമായിട്ടുള്ള അച്ചടക്കം, ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചില ദിവസങ്ങളായിരിക്കും മുമ്പിലുള്ളത്. അതിനുവേണ്ടി നിങ്ങളെ സജ്ജരാക്കുവാൻ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോഴും എല്ലാ ക്യാമ്പും പോലെ പ്രതിസന്ധികൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൂടപ്പുറപ്പായിട്ട് നിൽക്കുക. നിങ്ങൾക്കൊന്നും അതറിയത്തില്ല. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പം എന്തെല്ലാം ടെൻഷൻ ഞങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്നറിയാം. നമ്പർ 1, നമ്മുടെ ജനറൽ സെക്രട്ടറി ഔട്ട് ഓഫ് കൺട്രിയാണ്. അദ്ദേഹം ഒരു കോഴ്സിൽ, ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായിട്ട് US പോയിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഗോഡ്സൺ വാലയിലിനെ ചുമതലകളെല്ലാം ഏൽപ്പിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് അദ്ദേഹം USA പോയി. ബിനു സാമ്പൽ സാർ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു യാത്രയിലായിരുന്നു. ഞാൻ ശനിയാഴ്ച രാവിലെയാണ് കേരളത്തിലെത്തിയത്. കേരളത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് രാവിലെ ഗോഡ്സൺ എന്നെ വിളിച്ച് പറഞ്ഞു, അങ്കിളെ എനിക്ക് സുഖമില്ല, എനിക്ക് ക്യാമ്പിന് വരാനൊക്കുകയില്ല. ഇടിവെട്ടിയോൻ്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലുള്ള ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് കടന്നുപോയി. ദൈവമേ, ബിനുവുമില്ല, ഗോഡ്സനുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ? എനിക്കറിയാം നല്ലൊരു ടീം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തവരുണ്ട്. ഞാൻ വിചാരിച്ചു ഞാനില്ലെങ്കിൽ ഇവിടുത്തെ ക്യാമ്പൊന്നും നടക്കില്ല. കുറേ നാൾ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നപ്പം ഞാൻ വിചാരിച്ചു ഞാനില്ലെങ്കിൽ ഇവിടെ ക്യാമ്പൊന്നും നടക്കത്തില്ലെന്ന്. കഴിഞ്ഞ വർഷം ഞാനിവിടെ ക്യാമ്പിലില്ലായിരുന്നു, നിങ്ങളെന്നെ കണ്ടിട്ടില്ല. ക്യാമ്പ് വളരെ അനുഗ്രഹമായിട്ട് നടന്നു. അതിൻ്റെ ക്ലിപ്പിങ്സാണ് നിങ്ങളിവിടെ കണ്ടത്. അതുകൊണ്ട് ഞാനോ X or Y ആരുമല്ല ഇതിൽ പ്രാധാന്യമുള്ളത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ സിനർജൈസ് ചെയ്യുമ്പോൾ, ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടിടയായിത്തീരും. നിങ്ങൾ ഓരോരുത്തരും ആത്മീയ പ്രബുദ്ധരായിട്ട് തീരും. നമുക്ക് നല്ലൊരു ഭാവി
തലമുറ ഉണ്ടാകും. ഇത് മാത്രമാണ് SBS-ൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇനാഗറൽ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ് മാത്യു അങ്കിളാണ്. അങ്കിളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചതാണ്, അതിനുശേഷം നിങ്ങൾ കണ്ടതാണ്. എമ്മി ചെറിയാൻ സാറിൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അഭിമാനം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ട്. തന്നെയല്ല, 1984 ഞാൻ എൻ്റെ ഉദ്യോഗത്തോടുള്ള ബന്ധത്തിൽ ബഹ്റിനിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു കമ്പനിയിലും ഒരു സഭയിലും ആയിരുന്നു ദീർഘവർഷങ്ങൾ. അതിനുശേഷം 96 ഞങ്ങൾ മടങ്ങി വന്നു. പ്രിയ കുടുംബം ഒരു വർഷത്തിന് മുമ്പ് നാട്ടിലേക്ക് മടങ്ങി വന്നു. അന്ന് മുതൽ നമ്മൾക്ക് ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. പ്രിയ ജോയ് മാത്യു അങ്കിളിനെ ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഇനാഗുറേഷൻ അതാരാണ് ചെയ്യേണ്ടത്? ഈ ഇനാഗുറേഷനൊക്കെ ഒരു ഫോർമൽ ഫങ്ഷനാണ്. എന്നാലും ആ ഫങ്ഷനിൽ നിങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് തരാനായിട്ട് ഇപ്രാവശ്യം പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ബിനുസാമേലും ഞാനും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു, ആരായിരിക്കും? പെട്ടെന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വന്നു, സ്റ്റീവൻസൺ വർഗീസ് അങ്കിൾ ഇപ്രാവശ്യം ക്യാമ്പിലുണ്ടല്ലോ, വൈ നോട്ട് ഹി? ഇതിന് മുമ്പ് ഒരു വർഷം നമ്മുടെ ക്യാമ്പിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. അത് മാത്രമല്ല, ഈ ക്യാമ്പിന് വേണ്ടി മാത്രം അദ്ദേഹം ദുബായിൽ വളരെ തിരക്കിട്ടുള്ള ജീവിതത്തിൽ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കിട്ടുള്ള ജീവിതം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ദൈവകൃപ വേണം. നിങ്ങൾക്കറിയാമോ, അവരുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. രാവിലെ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റില്ലെങ്കിൽ അന്ന് ചാപ്പാട് കിട്ടത്തില്ല. ചിരിക്കൊന്ന് ചിരിച്ചേ നിങ്ങൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ തിരക്കിട്ട ജീവിതത്തിൽ അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നേതൃത്വം നൽകുന്ന പ്രിയ കുടുംബം സ്റ്റീവൻസൺ അങ്കിളും സിസ്റ്റർ ഡെയ്സിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ ഇനാഗുറൽ അഡ്രസ് നടത്തുന്നത് സ്റ്റീവൻസൺ വർഗീസ് അങ്കിളാണ്. ദുബായിലുള്ള ക്രിസ്ത്യൻ അസംബ്ലിയുടെ എൽഡേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യാം. വി വെൽക്കം യു. നമ്മുടെ ഇന്നത്തെ കീ നോട്ട് അഡ്രസ് നൽകുന്നത് അങ്കിൾ ചാണ്ടപ്പള്ള ഫിലിപ്പ്. ഞാൻ ഒരു വാക്കിൽ പോലും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ബ്രദറൻകാരുടെ ഇടയിലെ പ്രശസ്തരായിട്ടുള്ള പ്രസംഗകരുടെ 2 പേരുടെ പേര് പറഞ്ഞു. അതിലൊന്ന് ബ്രദർ ചാണ്ടപ്പള്ള ഫിലിപ്പാണ്. അദ്ദേഹം തന്നെ അത് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ലേറ്റസ്റ്റ് ഒരു പുസ്തകമാണ്. ആ പുസ്തകം എൻ്റെ കയ്യിൽ മിനിഞ്ഞാന്നാണ് കിട്ടിയത്. ഞാൻ അതിൻ്റെ ആമുഖം വായിച്ചപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ കീ നോട്ട് അഡ്രസ്സിന് വിളിച്ചതിനകത്ത് കുഴപ്പമില്ല, നല്ലൊരു പ്രസംഗത്തിന് വേണ്ടി നമുക്ക് അദ്ദേഹത്തെ കിട്ടി. ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാനും അങ്കിൾ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. വി വെൽക്കം യു അങ്കിൾ ചാണ്ടപ്പള്ള ഫിലിപ്പ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് അങ്കിൾ ഇല്ലാതെ നമ്മുടെ ഒരു ക്യാമ്പ് പോലും നടക്കും. വെൽക്കം ചെയ്ത് കഴിഞ്ഞു സാറിന്, ഇനിയും വെൽക്കം ഞാൻ പറയുന്നില്ല. അങ്കിൾ ജോൺ ഈ പുത്തങ്കാവ് അസംബ്ലിയിലെ ഒരു മെമ്പറാണ്. ദീർഘവർഷങ്ങൾ ഗൾഫിലായിരുന്നു. ചില നാളുകൾ താൻ രോഗിയായിട്ട് കിടന്നു. നമ്മൾ ക്യാമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് കണ്ടപ്പം അദ്ദേഹത്തിന് ബെൽറ്റും ഇല്ല, വടിയും ഇല്ല, ഒന്നുമില്ല, വളരെ ആരോഗ്യത്തോടുകൂടി. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം. ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വി വെൽക്കം യു. അങ്കിൾ പി സാങ്കുട്ടി, നമ്മുടെ വെൽ വിഷർ, നമ്മുടെ എല്ലാ ക്യാമ്പിലും നമ്മളോടൊപ്പമുള്ള അങ്കിളാണ്. വി വെൽക്കം യു അങ്കിൾ പി സാങ്കുട്ടി. അങ്കിൾ OT ചെറിയാൻ സൗത്ത് ഡിവിഷൻ്റെ പ്രസിഡൻ്റാണ്, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അങ്കിൾ സണ്ണി ഫിലിപ്പ്, എ വെൽ വിഷർ ഓഫ് SBS, എ ഗ്രേറ്റ് മാൻ. He will be speaking to you this evening. We welcome you, Uncle Sunny Philip. He is heading Gideons International. വളരെ തിരക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തനിക്കുണ്ട്. അതിൻ്റെ മധ്യത്തിലും നമ്മുടെ പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. എല്ലാവരെയും പേര് പറയാനായിട്ട് എനിക്ക് സാവകാശമില്ല. എന്നാൽ മക്കളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയച്ച പേരൻസ്, അവർ കേവലം പറഞ്ഞയക്ക് മാത്രമല്ല, ഒരുപാട് പേര് ഇന്ന് ഈ ഇനാഗുറൽ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ക്യാമ്പിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നാളെ മുതലുള്ള നമ്മുടെ പ്രോഗ്രാമിൽ ഫാക്കൽറ്റി, ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകർ, ടീച്ചേഴ്സ്, മെൻ ആൻഡ് വിമൻ,
അവരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെയും ഇവിടെ എത്തിക്കഴിഞ്ഞു. നാളെ നമുക്ക് അവരെ പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരമുണ്ട്. അവരെ എല്ലാവരെയും ഈ ക്യാമ്പിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഫെലിസിറ്റേഷൻ നൽകുന്നത് ജോൺ ജോർജ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ബഹറിലുണ്ടായിരുന്നു. ജോൺ ജോർജ്, പ്ലീസ് കം ഫോർവേഡ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് ഓർപ്പിക്കുന്നു. അദ്ദേഹത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ജോയിൻ അസ്. പിന്നെ ഈ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ക്യാമ്പ്. അതുകൊണ്ട് we the faculty and all the SBS leaders, we extend a warm welcome to each one of you. Today it is very warm and no need to tell warm welcome. We welcome each one of you for this function. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് SBS-നെ കുറിച്ചൊക്കെ പറയാനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം പറഞ്ഞു, SBS-ന് ഇന്ന് ദൈവകൃപയാ ഈ കടലിനപ്പുറത്തേക്കും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ മാസം മാർച്ചിൽ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് വാസ്തവത്തിൽ SBS-ൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിലാണ്. ഫോക്കസ് ഓൺ ഇന്ത്യ എന്നുള്ള പ്രോഗ്രാമിൽ ആ നിലവാരത്തിൽ SBS-നെ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. ഇന്ത്യയിലെ മിഷൻസിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യാനൊരു അവസരം തന്നു. അത് തന്നെയല്ല, മലേഷ്യയിൽ SBS പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം നമുക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദൈവം എന്ന് വെച്ചാൽ ഈ വർഷം കെനിയയിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് SBS ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭം ഈ ഏപ്രിൽ 1 മുതൽ ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും VBS ആരംഭിക്കുകയാണ്. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ VBS കഴിഞ്ഞ് ഇന്നിവിടെ എത്തിയ ആളുകളുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്നത് 3 ലക്ഷം കുട്ടികളെ VBS നെറ്റ്വർക്കിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, കൂടാതെ ക്യാമ്പുകൾ പലത് നടക്കുന്നുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളുടെ നമ്മുടെ ഒരുമിച്ചുള്ള ഈ ക്യാമ്പ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ സഹകരണം 100% അതിന് ആവശ്യമുണ്ട്. അതിന് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കോഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ ക്യാമ്പ് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇതിന് നിർദ്ദേശം നൽകുന്ന ഇതിൻ്റെ ലീഡേഴ്സായിട്ടിരിക്കുന്ന ആളുകൾ വളരെ സ്ട്രിക്റ്റായിട്ട് ചില നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ ഈ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാ കുട്ടികളും എല്ലാ ലീഡേഴ്സും 100% പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് ഇന്ന് രാത്രിയിൽ തന്നെ മടങ്ങിപ്പോകാം. ഇടയ്ക്ക് വെച്ച് യാതൊരു കോംപ്രമൈസിനും സാധ്യതയില്ല. 100% ആത്മീയ അന്തരീക്ഷത്തിൽ ഈ ക്യാമ്പ് നടത്തണം. അതിന് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആണിത് പറയുന്നത്. ആ നിലയിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും, എൻ്റെ സഹപ്രവർത്തകരെയും മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമുക്കൊരു ഗാനം പാടി കേൾക്കാനുള്ള സാഹസമുണ്ട്. ജെമ്മി തടിയൂരിൽ നിന്നുള്ള മകൾ ഇങ്ങോട്ട് കടന്നു വന്ന് ഒരു ഗാനം പാടി. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ എന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴകുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴകുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. സ്വയമുയർത്താൻ പേരു വളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മന്നിൻ മാനം നേടുവാനായി മനസാകെ വെമ്പുമ്പോൾ കുരിശോളം താ
ജീവിതത്തിൽ യേശുവേ നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ എന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. താങ്ക് യു ജെനി. ഇനിയും അടുത്തത് പ്രോഗ്രാമിലെ അധ്യക്ഷ പ്രസംഗമാണ്. അല്പം ചില നിമിഷങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലൊരു ക്യാമ്പിൽ വീണ്ടും കടന്നു വന്ന് ഈ നിലയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ തക്കോണം കർത്താവ് സഹായിച്ചു ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ടീൻസ് ക്യാമ്പിലെ സംബന്ധിപ്പാൻ തക്കോണം കർത്താവ് അവസരം നൽകി തന്നു. നാം ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടപ്പോൾ ഈ ഹോളിൻ്റെ ചുറ്റുപാടുകളൊക്കെ നാം കണ്ടു. എന്നാൽ എല്ലാം പുതിയതായിരിക്കുന്നു എന്ന് പറയത്തക്കോണം ഇതിൻ്റെ അന്തരീക്ഷം മൊത്തമേ മാറുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെയും നമുക്ക് നൽകിത്തന്നു. ഇത്രത്തോളം മനോഹരമായ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ നിലയിൽ സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ടീൻസ് ക്യാമ്പ് നടത്തുവാൻ തക്കോണം സർവ്വകുലപാലുവായ ദൈവം നമ്മെ സഹായിച്ചു ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ആദ്യത്തെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അന്ന് ആദ്യത്തെ ക്യാമ്പ് കല്ലിശ്ശേരിയിലായിരുന്നു. ആദ്യത്തെ ക്യാമ്പിൽ നിത്യതയിലായിരിക്കുന്ന പ്രിയ MECയോട് ചേർന്ന് അന്ന് പോകുവാനും ആ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അതിനുശേഷം വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോൾ SBS-ൻ്റെ 60 വർഷമായി ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് എന്നുള്ളത് കേൾക്കുവാൻ തക്കം കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ച ആ ഹൃദയത്തിൽ തോന്നിച്ച ആ ദീപം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഓർപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കടന്നു വരുവാൻ തക്കോണം കർത്താവ് അവസരം നൽകി തന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ സെക്കുലറായിട്ടുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞു, പരീക്ഷയൊക്കെ എഴുതി ഫ്രീ ആയിട്ടിരിക്കുന്ന ഈ സന്ദർഭമാണ്. ആ നിലയിൽ ഇന്ന് ദൈവസേനയിലേക്ക് കടന്നു വരുവാൻ തക്കോണം നിങ്ങൾക്ക് അവസരം നൽകി തന്ന കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇവിടെ ചെലവഴിക്കുന്ന സമയം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ സമയമായി തീരുവാൻ തക്കോണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പുതുതായിട്ട് കടന്നു വന്നവരുണ്ട്. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഇനിയും ഈ ടീൻസ് ക്യാമ്പിലേക്ക് കടന്നു വരുവാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയും അവർക്കൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാക്കി ഈ ക്യാമ്പ് തീരുവാൻ തക്കോണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു വാക്യം, വളരെ സുപരിചിതമായ ഒരു വാക്യം വായിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു ഭാവമാണ്. കർത്താവിൻ്റെ ശിഷ്യനായ അന്ത്രയോസ് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ഇവിടെ ഒരു ബാലകനുണ്ട്. ആ ചരിത്രം ഒന്നും ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ആ മകനെ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുപ്പാനായിട്ട് അവൻ്റെ മാതാവ് അവനെ അയച്ച ആ കാര്യം, അതാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുപോയത്. അവന് ഈ 5 അപ്പവും മീനുമായിട്ട് അവൻ്റെ മാതാവ് അവനെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏതൊരു ആഗ്രഹത്തോടെയാണോ ആ മാതാവ് ആ മകനെ അയച്ചത്, അവന് ആ കർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന തിരുമൊഴികൾ കേൾക്കുവാനായിട്ട് അടുത്ത് ചെല്ലുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. എന്നാൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് അവൻ ദൈവസന്നിധിയിലെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്
കൊടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞു, 5000 പേരെ പോഷിപ്പിച്ചു, ആ സംഭവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ആ മകൻ തിരിച്ചവൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ കാഴ്ചയാണ്. ആ മകനെക്കുറിച്ച് ആരും ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവൻ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവൻ ഉള്ളത് 5 എണ്ണത്തിൽ 1 കയ്യിലെടുത്തിട്ടല്ല കൊടുത്തത്, ആ മുഴുവൻ കൊടുത്തു. ആ മകനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അവൻ തീർച്ചയായും അവൻ്റെ മാതാവിൻ്റെ അടുക്കളയിൽ ചെന്ന് പറഞ്ഞു കാണും, പ്രിയ മാതാവേ, എൻ്റെ കയ്യിൽ തന്നത്, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടവന്നു എന്നുള്ളത് തീർച്ചയായും ആ പൈതല് അതിൻ്റെ മാതാവിനോട് പറഞ്ഞു കാണും. എൻ്റെ കയ്യിൽ തന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേകരെ പോഷിപ്പാൻ തക്കോണം ഇടവന്നു എന്നുള്ളത് തീർച്ചയായും അവൻ പറഞ്ഞു കാണും. പ്രിയ കുഞ്ഞുങ്ങളെ, അതിനുള്ള ബന്ധത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് ഓർക്കുവാനുള്ളത്, സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിൻ്റെ കയ്യിലുള്ളത് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിൻ്റെ ഉള്ളതുമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് ചെല്ലുക. ഉള്ളത് എന്താണോ അതുപോലെ ദൈവരങ്ങളിൽ കൊടുക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇന്ന് ഈ ക്യാമ്പിലേക്ക് കടന്നു വരുന്നത്, എന്നാൽ നിങ്ങളെ ദൈവരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കാൻ തക്കണം വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഗിവ് വാട്ട് യു ഹാവ് ടു ജീസസ്. ഗിവ് വാട്ട് യു ഹാവ് ടു ജീസസ്. നിങ്ങളുടെ ഉള്ളത് മുഴുവനായിട്ട് ദൈവരങ്ങളിലേക്ക് കൊടുക്കുവാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഒബേ വാട്ട് ഹി കമാൻഡ്സ്. അവൻ പറയുന്നത് അതുപോലെ ചെയ്യുക. ഒബേ വാട്ട് ഹി കമാൻഡ്സ്. അവൻ പറയുന്നത് അതുപോലെ ചെയ്യുവാൻ തക്കണം കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായമില്ല, അവരതിന് സംശയിച്ചു നിന്നില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ആസ് എ സെർവൻസ് വി ആർ ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നോട്ട് മാനുഫാക്ചറേഴ്സ്. അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. വി ആർ ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമ്മളെ കൊടുക്കുവാൻ, നമ്മുടെ തന്നത് അത് പറക്കി കൊടുക്കുവാൻ തക്കോണമായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്, മാനുഫാക്ചറേഴ്സായിട്ട്, അത് ഉണ്ടാക്കുന്നവരായിട്ടല്ല. പ്രിയ മക്കളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ദൈവസന്നിധിയിലേക്ക് നിങ്ങളായിരിക്കുമ്പോൾ ആ ഒരു ചിന്തയോടുകൂടെ ആ ദൈവസന്നിധിയിലേക്ക് ആയിരിക്കാൻ തക്കോണം സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങളുടെ ഉള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതം തുടങ്ങുവാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. ഗിവ് വാട്ട് യു ഹാവ് ടു ജീസസ്. ഉള്ളത് മുഴുവൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കൊണ്ട് സഹായിക്കട്ടെ. മാത്രമല്ല, ഒബേ വാട്ട് ഹി കമാൻഡ്സ്. അവൻ പറയുന്നത് അതുപോലെ ചെയ്യുവാൻ തക്കോണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇവിടുത്തെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ജീവിതത്തിൽ ആത്മീയമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണം, ആ നിലയിൽ വളർന്നു വരണം, ദൈവ മഹത്വത്തിനായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം തീർച്ചയായും അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യത്തിലും നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ആയിത്തീരണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിപ്പാനും നിലനിൽപ്പാനും തക്കോണം അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആ നല്ല ബന്ധങ്ങൾ സൃഷ്ടിപ്പാനും നിലനിർത്തുവാനും സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ നമ്മൾ ആ നല്ല ബന്ധങ്ങൾ സ്ഥാപിപ്പാൻ തക്കോണം നമ്മുടെ സംസാരം ആ നിലയിലായിരിക്കാൻ തക്കോണം വലിയ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, മൊബൈൽ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതല്ല ഇൻകമ്മിങ്. 2 കണ്ണ്, ദാറ്റ് ഈസ് ഇൻകമ്മിങ്. 2 ചെവി, ദാറ്റ് ഈസ് ഇൻകമ്മിങ്. 2 നോസ്, ദാറ്റ് ഈസ് ഇൻകമ്മിങ്. എന്നാൽ ഔട്ട് ഗോയിങ് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫ്രം ദ മൗത്ത്. ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇൻകമ്മിങ് 3 സെറ്റുണ്ട്, ഔട്ട് ഗോയിങ് ഒന്നേ ഉള്ളൂ. അതിന് 32 പേരുടെ കാവലും. 32 പേരുടെ കാവലോടുകൂടിയാണ് ഈ ഔട്ട് ഗോയിങ്ങും തന്നിരിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിപ്പാൻ തക്കൊണ്ട് നമ്മുടെ സംസാരം ഏത് നിലയിലായിരിക്കണം എന്നുള്ള കാര്യവും അതും നിങ്ങൾ അഭ്യസിച്ച് ഇവിടുന്ന് പോയെങ്കിൽ മാത്രമേ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആത്മീയമായിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കുന്നതിനോടൊപ്പം ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ട് പോകാൻ തക്കണം ഇടവരത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുവാൻ കഴിയും. ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് വെരി ലൈറ്റ് ഇൻ വെയ്റ്റ് ബട്ട് ഹെവി ടു കൺട്രോൾ. നാക്കിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇറ്റ് ഈസ് വെരി ലൈറ്റ് ഇൻ വെയ്റ്റ് ബട്ട് ഹെവി ടു കൺട്രോൾ.
നാവിനെക്കുറിച്ച് ഇറ്റ്സ് ഹെവി ടു കൺട്രോൾ. ഭാരം വളരെ കുറഞ്ഞൊരു സാധനമാണ്. എന്നാൽ അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്ന ഈ സന്ദർഭങ്ങളിൽ, ഈ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് അത് അനുഗ്രഹപ്രദമായി തീർക്കണം. ദൈവം സഹായിക്കട്ടെ. അതിനൊരു ക്ലാസ് രീതി എന്ന് ഒരെണ്ണമുണ്ട്. ക്ലാസ് CLASS. C ഫോർ ക്ലിയർ. നിങ്ങളുടെ സംസാരം ക്ലിയർ ആയിരിക്കണം. കേൾക്കുന്നവർക്ക് നാം പറയുന്നത് മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളതല്ല, അവർക്ക് എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളതൂടെ മനസ്സിലാക്കുവാൻ തക്കോണമുള്ള ഒരു തീരുമാനത്തോടെ സംസാരിപ്പാൻ തക്കോണം ഇവിടെ വരട്ടെ. C ഫോർ ക്ലിയർ, L ഫോർ ലിസണബിൾ. ആ കാര്യം ഓർത്തിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള ആ മനോഭാവം. A ഫോർ ആക്യുറേറ്റ്. പറയുന്നതൊക്കെയും വ്യക്തമായിട്ട് നാം പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി സംസാരിപ്പാൻ തക്കോണം ഇടവരണം. S ഫോർ ഷോർട്ട്. ചുരുക്കമായിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിൽ നമ്മൾ പറയുന്നെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. S ഫോർ സ്വീറ്റ്. അത് നാം പറയുന്നത് മധുരത്തോടുകൂടെ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലും നിങ്ങൾക്ക് ആ നിലയിലുള്ള ഒരു ജീവിതത്തിൽ ആ നിലയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുവാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവകൃപ അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി തീരുവാൻ തക്കോണം വലിയനായി നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുവാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സഹോദരൻ സ്റ്റീവൻസൺ വർഗീസിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു യു. Praise God for this very wonderful opportunity to be with you this evening. ഇന്ന് വൈകുന്നേരത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ലഭിച്ച ഈ വലിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. When I was invited to come over, I was taken up with awe and with wonder to face a group of young potential entrepreneurs who are sitting in front. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ വളരെയധികം ജിജ്ഞാസയോടുകൂടി ആണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന ചുറുചുറുക്കുള്ള യുവാക്കന്മാരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുവാനായിട്ട് പോകുന്നത്. I see some of the potential scientists down here. ഇവിടെ ചില ശാസ്ത്രജ്ഞന്മാരാകുവാൻ കഴിവുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. I can see judges, doctors, and I can see astronauts, name it, professors, teachers, whatever, evangelists, they are all sitting right there. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ന്യായാധിപന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള കഴിവുറ്റ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. When to face such a crowd, I am really taken it to my great privilege to see such a people. I'm going to spend a week with you. It's my greatest privilege ever in my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ പോകുന്നത് എന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I was given to understand from the year of 2006 this kind of camps are being conducted. 2006 ടീൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ക്യാമ്പിന് തുടക്കം കുറിച്ചത്. And I also given to understand we are giving attention to the students which is from 9th to 12th standard graders. അത് മാത്രമല്ല ഈ ക്യാമ്പിന്റെ പ്രത്യേകതകളിൽ ഒന്ന് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പരീക്ഷ എഴുതുന്ന കുട്ടികളെയാണ് ഇതിന്റെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. And in particular I was also told that you are giving a focus to those students which are undergoing the 12th standard. അത് മാത്രമല്ല പ്രത്യേകമായിട്ട് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളുമാണ് ഇതോടൊപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. Because very soon now from those who are finishing up with the 12th standard they will be moving and venturing into a world of freebies. അത് 12ാം ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ വിവിധങ്ങളായിരിക്കുന്ന മേഖലകളിലേക്ക് കടന്നു പോവുകയാണ്. And we are looking at 2 Corinthians chapter 3 verse 2 and 3. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ And when Apostle Paul is exhorting to the Corinthian church, the verse what we read here. 3-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികൾക്ക് സഭയ്ക്ക് എഴുതുകയാണ്. Uncle will just read that. 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ.
ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. When I said you are young entrepreneurs, you are heading ahead, but also you must understand that very much, that you are given a time this week so that there will be things written over on your heart tablets. നിങ്ങളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ എന്നുള്ള നിലയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇവിടെ അവസരം ലഭിക്കുകയാണ്. When you go from here, you are our letters, you going to be our epistle presenting to the world. ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ക്രിസ്തുവിന്റെ പത്രമായിട്ട് നിങ്ങൾ ലോകത്തിന് മുമ്പാകെ തീരുവാനായിട്ട് പോവുകയാണ്. In other words, you are the testimony of the work of Jesus when you step out of this campus. ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായിട്ട്, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവാഹകരായിട്ടാണ് നിങ്ങൾ പോകുവാനിടയായി. And you must understand one thing. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everything you do is a message to other people. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കുള്ള ഒരു സന്ദേശമാണെന്നുള്ളത് ഓർത്തിരിക്കണം. Irrespective it is good or bad, it's going to communicate a message to the people around you when you go into the world. ശരിയായാലും തെറ്റായാലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് നിങ്ങളൊരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് അറിയിക്കുന്നത്. Someone said this way, ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി, you are the only Bible that unbelievers read. മറ്റുള്ള അവിശ്വാസികളായ ആളുകൾ വായിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ നിങ്ങൾ ഓരോരുത്തരുമാണ്. Every people upon this earth may not get a copy of Bible to read. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വേദപുസ്തകത്തിന്റെ ഒരു പ്രതി ലഭിക്കണം എന്ന് നിർബന്ധമില്ല. However, you are, wherever you going, you are the Bible unbelievers going to read. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൽ മറ്റുള്ളവർ വായിക്കുന്ന ബൈബിൾ എന്ന ആ നിലവാരത്തിലേക്കാണ് കണ്ടെത്തേണ്ടത്. There is an old computer slogan which says that Gigo, ഒരു പഴയ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗീഗോ. and that word Gigo means garble in, garble out, or garbage in, garbage out. ഗാർബേജ് ഇൻ അല്ലെങ്കിൽ ഗാർബേജ് ഔട്ട്, അതായത് മാലിന്യം അകത്തേക്ക് മാലിന്യം പുറത്തേക്ക് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. And in the early days when the computer was started up, this is what the computer analysts learned about it. അതിനെക്കുറിച്ച് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന ആ കാലഘട്ടത്തിൽ ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഈ നിലയിലാണ്. And if you feed in garbage into the computer, it's just going to give output nothing but garbages. അതായത് നമ്മൾ മാലിന്യമാണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും തീർച്ചയായിട്ടും ആ മാലിന്യ കൂമ്പാരം തന്നെയായിരിക്കും. With respect, when I address you as entrepreneurs, you must also understand your brain is the greatest computer which the world has yet to find. ഭാവിയുടെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷകളായിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറാണ് ഏറ്റവും വലിയ കമ്പ്യൂട്ടർ. And your brain is also going to work on the principle of Gigo. നിങ്ങളുടെ ഈ കമ്പ്യൂട്ടർ തലച്ചോറും ഈ ഗീഗോ എന്ന ഈ പ്രിൻസിപ്പിളിനെ ആസ്പദമാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. What you watch, നീ കാണുന്നത്, what you read, നീ വായിക്കുന്നത്, what you hear, നീ കേൾക്കുന്നത്, that will have a direct influence on what you're going to output in the days to come. നിന്റെ ജീവിതത്തിൽ കൂടി പ്രതിഫലിക്കുന്ന കാര്യങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് വലിയ സ്വാധീനം ചെയ്യുവാനായിട്ട് കഴിയും. The uncles before me, they said it very clear how you're going to be performing within this camp. നിങ്ങൾ ഏത് നിലയിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നുള്ളതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. But one thing is for sure, you are come here with a definite purpose that you're going to make a change in your way of life when you leave the camp. ഈ ക്യാമ്പിൽ വന്ന നിങ്ങൾ ഓരോരുത്തരും ഏത് നിലവാരത്തിൽ വന്നു എന്ന് വരികിലും ഈ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവവുമായിട്ട് നിങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയണം. We are living in a world where the media and the internets are so much exposing yourself into great disaster and distraction. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റും മാധ്യമങ്ങളും ഏറ്റവും പൈശാചികമായിരിക്കുന്ന ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മാധ്യമമാണ്. But you must understand on the onset of this very camp, two important things you must grasp in your mind. ഈ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കുവാനിടയായി തീരണം. Number one, ഒന്നാമത്തേത്, you are made in the image of God. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സ്വാദൃശ്യത്തിലാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. You must understand you are made in the image of God, so you are very special unto God. അതുകൊണ്ട് ദൈവത്തിന് ഏറ്റവും
പ്രിയപ്പെട്ടവര്, ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. And second thing, രണ്ടാമത്തെ കാര്യം, the Bible is the true word of God. ദൈവത്തിന്റെ വചനം അത് ഏറ്റവും സത്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. Without the realization of these two important factors, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവരോടുള്ള ബന്ധത്തിൽ, and if you leave the camp without recognizing, identifying these two factors, you will leave the camp without any results at all. ഈ കാര്യങ്ങളെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു തീരുമാനം ഉൾക്കാഴ്ച ഇല്ലാതെയാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ നിന്ന് പോകുന്നതെങ്കിൽ നിങ്ങൾ യാതൊരു പ്രയോജനവും ഇല്ലാത്തവരായിട്ട് തീരുകയാണ്. Remember again, ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, you are made in the image of God. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന You are very special and being God's children. നിങ്ങൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവർ തന്നെയാണ്. It's the greatest. സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന You are very special and being God's children. നിങ്ങൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവർ തന്നെയാണ്. It's the greatest